പ്രഭാതം ഉണർന്നു ഞാൻ ഒന്നു ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്ത് വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എൻ്റെ തമ്പുരാനേ, ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഒരുപാട് ഇഷ്ടത്തോടെ ഞങ്ങളുടെ മുൻപിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വാഴുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അനുഗ്രഹങ്ങളുടെ നിറകുടമായി അങ്ങ് ഞങ്ങളോടൊപ്പം എഴുന്നള്ളി വസിക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്തെ ഞങ്ങൾ നന്ദിയോടെ അനുഭവിച്ചറിയുന്നു. ആ സ്നേഹകരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളോടുള്ള അങ്ങയുടെ അനന്തമായ സ്നേഹം വാക്കുകൾക്കും അതീതമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. നാഥ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കരം ഞങ്ങളെ പൊതിയുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ആ അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. മനസ്സും ആത്മാവും ശരീരവും തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട്, കരുതലിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥനെ നോക്കി നമുക്കൊരിക്കൽ കൂടി ഈശോയിനെ ഹൃദയം നിറഞ്ഞ് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നിറവായി കടന്നു വരുന്ന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കൃപാസ്രോതസ്സായി അനന്തിന് വിശുദ്ധ ബലിയർപ്പിച്ച് ഈശോനെ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കരുത്തായി കൂടെ വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധി നമുക്ക് ഏറ്റവും സ്വസ്ഥമാകാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ തമ്പുരാനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ വലിയ അനുഗ്രഹത്തിൻ്റെ നിറവാക്കി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് ഈ മിനിറ്റുകളെ മാറ്റുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം നമ്മൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ജീവിതത്തിൻ്റെ വഴികളിൽ വലിയ കരുത്തിൻ്റെ ഉറപ്പ്, കരുതലിൻ്റെ ഉറപ്പ് കർത്താവ് നമുക്ക് തരുകയാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിവിധങ്ങളായ ഭാരങ്ങളും അസ്വസ്ഥതകളും വഹിച്ചുകൊണ്ടായിരിക്കും കർത്താവിൻ്റെ തിരുമുൻപിലായിരിക്കുന്നത്. മകനെ, മകളെ, നിന്റെ മുഖത്തേക്ക് നോക്കി, നിന്റെ ഹൃദയത്തിലേക്ക് നോക്കി, നിന്റെ ആകുലതകളിലേക്ക് നോക്കി ഈശോ ഓർമ്മപ്പെടുത്തുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എൻ്റെ ജീവിത വഴികളിലേക്ക് കടന്നു വരുന്ന അസ്വസ്ഥതകളുടെ തിരമാലകളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ചെങ്കടൽ ഇസ്രായേലിന് മുൻപിൽ അസ്വസ്ഥതയുടെ ഭാരം തീർന്നപ്പോൾ അനുഗ്രഹത്തിൻ്റെ വഴിയൊരുക്കി അവരെ മുന്നോട്ട് നയിച്ച, ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിച്ച കർത്താവ്, മകനെ, മകളെ, നിന്റെ കാതുകളിലേക്ക്, നിന്റെ കണ്ണുകളിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് നോക്കി നിന്റെ കാതുകളിൽ മന്ത്രിക്കുന്നു: സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ആ വലിയ ഉറപ്പാണ് കർത്താവ് നമുക്ക് തരുന്നത്. ആ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർക്കാം. സങ്കടങ്ങളും നൊമ്പരങ്ങളും എന്തുമാവട്ടെ കർത്താവിനെ ഏൽപ്പിക്കാം. കാരണം അവിടുന്ന് നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്: ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഇത് ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങോ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല. വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി സാന്നിധ്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി ഈശോ മാറുകയാണ്. കൂടെ വസിക്കുന്ന, കൂടെ നടക്കുന്ന, നമ്മുടെ നൊമ്പരങ്ങൾ അറിയുന്ന, നമ്മുടെ ജീവിതത്തെ അറിയുന്ന, നമ്മുടെ സങ്കടങ്ങളെ ഒപ്പിയെടുക്കുന്ന, കണ്ണുനീർക്കടങ്ങളെ ഒപ്പിയെടുക്കുന്ന സാന്നിധ്യമായി അവൻ കൂടെ വസിക്കുകയാണ്. അവിടുന്ന് നൽകുന്ന ഉറപ്പാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സംരക്ഷണത്തിൻ്റെയും ശക്തിപ്പെടുത്തലിൻ്റെയും വിജയത്തിൻ്റെയും ഒക്കെ പ്രതീകമാണല്ലോ, അധികാരത്തിൻ്റെ പ്രതീകമാണല്ലോ വലങ്കൈ. വലങ്കൈ ഉയർത്തിയാണ് നാം ആശീർവദിക്കുക. വലങ്കൈ നീട്ടിയാണ് നാം മറ്റൊരാളെ അനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ആപത്തിൽ കൈപിടിച്ചുയർത്തുക. വലങ്കൈ നീട്ടിയാണ് നാം നമ്മുടെ സ്നേഹത്തിൻ്റെ കരം കോർത്തുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുക, അഭിവാദനം ചെയ്യുക. പ്രിയ സഹോദര, സഹോദരി,
കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ വിജയകരമായ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതുകൊണ്ട് ഈ നിമിഷങ്ങൾ അനുഗ്രഹത്തിൻ്റെതാവട്ടെ. ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിൽ വലിയ കരുത്തിൻ്റെതാവട്ടെ. ഒരാഗ്രഹത്തോടെ നമുക്ക് ഹൃദയത്തിൽ നിറഞ്ഞ് അത്തരം തുറന്ന് നമുക്ക് നെറ്റ് പറയാം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആനന്ദ നന്മയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെ വസിക്കുന്ന ഈശോയുടെ നേരെ നമുക്ക് സാധിക്കുന്നവർക്കൊക്കെ ഒന്ന് കരങ്ങളൊന്ന് നീട്ടിപ്പിടിക്കാം. വലം കൈയൊന്ന് ഈശോയുടെ നേരെ ഒന്ന് നീട്ടിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും ആകുലതകളും ഒക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, കൂടെ നടക്കണമേ. മനസ്സറിഞ്ഞൊന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മനസ്സറിഞ്ഞൊന്ന് തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വിളിക്കാം. മകനെ, മകളെ, ഇന്ന് ഏറ്റെടുക്കുവാൻ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി ഇതാ കർത്താവ് നിന്റെ കൂടെ. നീ ഒന്ന് വിട്ടുകൊടുത്താൽ, അപ്പനെ കാണുമ്പോൾ രണ്ട് കരങ്ങളും നീട്ടി ചാടുന്ന കുഞ്ഞിനെ പോലെ നീയൊന്ന് നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, പൂർണ്ണമായും കർത്താവ് നിന്നെ ഏറ്റെടുത്തിരിക്കും. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഈശോയെ ഇതാ ഞാനെന്ന ഭാവത്തോടുകൂടി ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആഗ്രഹത്തോടെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ച് നമുക്ക് അല്പസമയമൊന്ന് ഈശോയിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്റെ സ്നേഹത്തിന് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇടപെടണേ ഈശോയെ. എന്റെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണേ ഈശോയെ. എന്റെ വലിയ കരുണ എന്റെ ജീവിതത്തേക്ക് ഒന്ന് വർഷിക്കണമേ ഈശോയെ. എന്റെ സങ്കടങ്ങളെ ഒന്ന് ഏറ്റെടുക്കണേ ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ മഹത്വം. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. നിൻ പദധാരിൽ ചേർന്നിരും നിന്നും ഞാൻ മനസ്സിലെ നൊമ്പരങ്ങൾ ഒന്നൊന്നായി പങ്കുവയ്ക്കുമ്പോ പ്രാർത്ഥനയോടെ നിൻ പദധാരിൽ ചേർന്നിരും നിന്നും ഞാൻ മനസ്സിലെ നൊമ്പരങ്ങൾ ഒന്നൊന്നായി പങ്കുവയ്ക്കുമ്പോ ആഗ്രഹത്തോടെ ആണിപ്പഴുതുള്ള നിൻ കരം ചേർത്ത് ഈശോയെ ആശ്വാസമീകണേ ദൈവമേ. ആണിപ്പഴുതുള്ള നിൻ കരം ചേർത്ത് ആശ്വാസമേകണേ ദൈവമേ. ആശ്വാസമേകണേ ദൈവമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിച്ച്, ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് ആശ്വാസദായകനായി നീ കടന്നു വരണമേ. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ശക്തി സാന്നിധ്യമാണ് നീ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓ നാഥ, കരുത്താകണമേ. എൻ്റെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മകനെ, മകളെ, യശോപ്രവാചകന്റെ പുസ്തകത്തിൽ ജോഷുവയുടെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്. മോശയിൽ നിന്നും ദൗത്യങ്ങൾ ഏറ്റെടുക്കപ്പെട്ട ശേഷം ആകുലതയോടുകൂടി ഹൃദയഭാരത്തോടുകൂടി നിൽക്കുന്ന ജോഷുവ, കർത്താവ് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ചേർത്തു നിർത്തി ഹൃദയപൂർവ്വം കാതിൽ മന്ത്രിച്ചു.
നീ ഭയപ്പെടേണ്ട. മോശയോടെന്നതുപോലെ നിന്റെ കൂടെ ഞാനും ഉണ്ടായിരിക്കും. വലിയൊരു ധൈര്യപ്പെടുത്തലായിരുന്നത്, വലിയൊരു ഉറപ്പേകലായിരുന്നത്. നിന്നെ ഞാൻ അനാഥനായി വിടുകയില്ല എന്ന വലിയൊരു വാഗ്ദാനമായിരുന്നു അത്. ഇതേ വാഗ്ദാനം, ഇതേ ഉറപ്പ്, ഇതേ ശക്തി നിറഞ്ഞ വാക്കുകൾ നമ്മുടെ കാതിലും ഓരോ നിമിഷവും ഈശോ മന്ത്രിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട. ഇന്നോളം ജനത്തിൻ്റെ കൂടെ ആയിരുന്നത് പോലെ, ദൈവജനത്തിൻ്റെ കൂടെ ആയിരുന്നത് പോലെ, നിന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരുന്നത് പോലെ, നിന്റെ പൂർവികരുടെ കൂടെ ആയിരുന്നത് പോലെ, മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല. ആ ഒരു ഉറപ്പാണ് കർത്താവ് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാരങ്ങളെ, ആകുലതകളെല്ലാം നമുക്ക് ഈ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. മകനെ, മകളെ, ഒരുപക്ഷെ എൻ്റെ ആകുലതകൾ, ഭാരങ്ങൾ മരണചിന്തയിലേക്ക് വരെ നയിക്കുന്നുണ്ടാവാം. എന്നെ കാണുവാൻ ആരുമില്ല, എന്നെ കേൾക്കുവാൻ ആരുമില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ ആരുമില്ല, എൻ്റെ ഭാരങ്ങളൊന്ന് ഏറ്റെടുക്കുവാൻ ആരുമില്ല, എൻ്റെ അടുത്തൊന്നിരിക്കുവാൻ ആരുമില്ല, എൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആരുമില്ല. ആർക്കും എന്നെ വേണ്ട. മനുഷ്യ നൊമ്പരങ്ങളുടെ ഭാരവും പേറി ഈ ജീവിതയാത്ര പോകുമ്പോൾ എന്നെ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ, സ്നേഹിച്ചിരുന്നവരുടെ സൗഹൃദ വലയങ്ങളിലൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു നിസ്സംഗതയാണ്. ആർക്കും എന്നെ ഒന്ന് കേൾക്കുവാനോ എന്നെ ഒന്ന് കരുതുവാനോ സമയമില്ല. എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് ചെലവഴിക്കാൻ സമയമില്ല. എന്നെ ഒന്ന് സഹായിക്കുവാൻ പലപ്പോഴും മനസ്സും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. മനുഷ്യർക്ക് അത്രയല്ലേ സാധിക്കുകയുള്ളൂ. എല്ലാത്തിനും ഉടയവനായവൻ, എന്നും കൂടെയായിരിക്കുന്നവൻ, ശക്തിമാനായവൻ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എന്നിലേക്കൊന്ന് മുഖം തിരിച്ചേ, നീ എന്നിലേക്കൊന്ന് കരം നീട്ടിക്കേ, നീ എന്നിലേക്കൊന്ന് ആശ്രയം അർപ്പിച്ചേ. മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എന്തിനാ പിന്നെ ആകുലപ്പെടുന്നേ, ഭാരപ്പെടുന്നേ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ. ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്റെ കൂടെയില്ലേ? ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമല്ലേ? ഞാൻ നിന്നെ കരുതുന്ന ദൈവമല്ലേ? ഞാൻ നിന്നെ ആപത്തുകളില്, അനർത്ഥങ്ങളില്, വേദനകളില് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ദൈവമല്ലേ? അവൻ്റെ വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തലുകൾക്ക് മുമ്പിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തെ ഒന്ന് തൃപ്പാദത്തിങ്കൽ അർപ്പിച്ച് അല്പസമയം നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് കൊടുത്ത് പ്രാർത്ഥനയിലായിരിക്കാം. പരിപൂർണമായി സമർപ്പിച്ച് ഈശോയുടെ സ്നേഹ സാന്നിധ്യത്തെ ഒന്ന് അനുഭവിച്ചറിഞ്ഞ് ശാന്തമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ? കരയരുതേ ഇനിയൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ? വാത്സല്യത്തോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഭയപ്പെടേണ്ട മകനെ, എൻ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ? കരയരുതേ ഇനിയൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ? ഞാൻ നിന്റെ കൂടെയില്ലേ? ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരു കരങ്ങൾ നമുക്ക് നേരെ സാധിക്കുന്നവർക്കെല്ലാം ഒന്ന് ഈശോയുടെ നേരെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഈശോയുടെ ഹൃദയം തുറന്ന് നമ്മൾ കൂടി ആരാധിക്കാനായിട്ട് പോവുകയാണ്.
നമ്മളെ സ്നേഹിക്കുന്ന, കരുതുന്ന, വിശുദ്ധീകരിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്ന കർത്താവ് ഒരിക്കൽ കൂടി നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ എന്നെ അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. മനസ്സിന്റെ ഭാരങ്ങൾ, അസ്വസ്ഥതകള്, ഈശോയെ സങ്കടങ്ങള്, കണ്ണുനീർ നിറഞ്ഞ രാവുകള്, ഈശോയെ എല്ലാവരും ഉപേക്ഷിച്ചെന്നുള്ള ചിന്തകള്, ജീവിതത്തിൽ ഒരിക്കലും കരയേറാൻ പറ്റുകയെന്നുള്ള ചിന്തകള് എല്ലാം കർത്താവേ എന്റെ തൃപ്പാത്തിൽ ഞാൻ അർപ്പിക്കുന്നു. തൃപ്പാത്തിൽ ഞാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു. എന്നെ ഏറ്റെടുക്കണമേ ഈശോയെ, എന്നെ പൂർണ്ണമായി ഏറ്റെടുക്കണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളെ അനുഗ്രഹിക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, 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 നന്ദി. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മൾ നോക്കാം. പ്രിയമുള്ള ദൈവ പൈതലേ, എത്രയോ സ്നേഹത്തോടു കൂടിയാണ് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ദേശത്തിലേക്ക്, നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് ഒക്കെ കടന്നു വരിക. കൂടെ നടന്നവൻ പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക. ആ വാക്കുകൾക്കൊന്ന് കാതോർക്കാം നമുക്ക്. ഈശോയുടെ ഓർമ്മപ്പെടുത്തൽ, ധൈര്യമായിരിക്കുക. ഭയന്ന് വരച്ച് അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ടിരുന്ന അപ്പസ്തലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർ ഓർമ്മിപ്പിച്ചു, നിങ്ങൾക്ക് സമാധാനം, ധൈര്യമായിരിക്കുക. പ്രിയമുള്ള ദൈവജനമേ, ഈശോയുടെ സന്നിധിയിൽ നാം ഈ സമയമായിരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് നമ്മോടും പറയുന്ന കാര്യം അതുതന്നെയാണ്. ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ ഒരു ഓർമ്മയോടെ, ആ ഒരു ഹൃദയ നിറവോടെ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഏറെ പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ നിമിഷം കർത്താവ് നമ്മളെ ആശീർവാദ കരങ്ങൾ ഉയർത്തുമ്പോൾ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കട്ടെ. എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ, ഈശോയെ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഏറെ പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദാഹത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരുണ്യമേ, ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതനേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ.